ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കർണാടകയിലെ ഒരു സ്പെഷ്യൽ ദോശയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. ഈ ദോശയ്ക്ക് ഇവിടെ കർണാടകയിൽ പറയുന്നത് സാഗു ദോശ എന്നാണ്. സാഗു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൗവരി, നമ്മൾ പായസമൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചൗവരി ഉണ്ടല്ലോ, ചൗവരി ചേർത്താണ് ഈ ദോശ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പെന്നോ ദോശയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഈ ദോശയ്ക്ക് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. അരിയും ചൗവരിയും ഉലുവയും മാത്രം അരച്ചിട്ടാണ് ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള ദോശ തയ്യാറാക്കുന്നത്. ഈ സാഗു ദോശ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി കുതിർക്കാനായിട്ട് ഇടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, അത് 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് കഴുകി നമുക്ക് ഒരു 5 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ചൗവരി എടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നത് അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് ചൗവരി എടുക്കണം. 3 കപ്പ് അരിക്ക് ഒരു 3/4 കപ്പ് ചൗവരി നമ്മൾ എടുക്കണം. ഇതിപ്പം ചെറിയ തരം ചൗവരിയാണ്, വലിയ തരം ചൗവരി ആണെങ്കിലും പറ്റും കേട്ടോ. ഇത് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ വേറെ ഒരു പാത്രത്തിൽ ഉലുവ എടുക്കാം. ചെറിയൊരു സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3/4 സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണാണെങ്കിൽ ഒരു 1/2 സ്പൂണോളം ഉലുവ മതി. ഈ ഉലുവയും കഴുകി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇതെല്ലാം നമുക്കൊരു 5 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൗവരിയും ഉലുവയും ഒക്കെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിൽ ചൗവരിയും ഉലുവയും കൂടെ ഇട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ചൗവരി അരിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. കുതിർക്കാൻ നേരത്ത് നമുക്ക് ചൗവരിയും ഉലുവയും ഒന്നിച്ചിട്ട് കുതിർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് ആദ്യം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അരിയും കൂടെ അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ തരയില്ലാതെ എത്ര നൈസായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുമോ അത്ര നൈസായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത അരി കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം അധികമായി പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുറച്ച് ഈസ്റ്റും പഞ്ചസാരയാണ്. അപ്പോൾ ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറിയ സ്പൂണിന് 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മളിപ്പോൾ 2 ബാച്ചായിട്ടാണല്ലോ അരച്ചത്, അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും ഈസ്റ്റും ചേർത്തിരുന്നു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പം ഇത് മൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 6 തൊട്ട് 7 മണിക്കൂർ ഇരുന്നാൽ മതി. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാത്രിയിലായിരുന്നു ഇത് മാവ് അരച്ച് വെച്ചിരുന്നത്. രാവിലെ ആയപ്പം മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങിയിട്ടുണ്ടേ. നമ്മുടെ മാവ് ഇവിടെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ മാവ് മിക്സ് ചെയ്യരുത്. ഇപ്പോൾ ദോശയ്ക്കാണെങ്കിലും ഇഡ്ലിക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഒക്കെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് ഇതുപോലെ പൊങ്ങി വന്ന മാവ് ഉപ്പ് ചേർത്തിട്ട് ലൈറ്റായിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. ഇതുകൊണ്ടോ സൂപ്പറായിട്ട് പൊങ്ങി വന്നിരിക്കുന്ന നല്ല പതഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ ഈ മാവ്. അപ്പോൾ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ ഒരു ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ മാവ്. ഇപ്പോൾ ചില സമയത്ത് ഒത്തിരി പൊങ്ങാത്ത മാവാണെങ്കിലും ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി ഒരു 10 മിനിറ്റ് ഞാൻ ഒരു സൈഡിലേക്ക് വെക്കുവാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ദോശ തയ്യാറാക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യോ എണ്ണയോ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. 1-1.5 തവിയോ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാവുള്ളൂ. ഈ സാഗുദോശ സാധാരണ വലിയ ദോശയായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തല്ല കേട്ടോ, ചെറിയ ദോശയാണ്. ഇങ്ങനെ 1-1.5 തവിയോ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒത്തിരി ദോശയാക്കുന്ന പോലെ അങ്ങ് പരത്തിയല്ല. അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം മൂടി വെക്കുക. അപ്പോൾ നല്ല പോലെ ആ ദോശയിൽ നമ്മുടെ ഹോൾസൊക്കെ വീഴും. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചൊരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാഗു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അടിപൊളിയാണ്. നല്ല ആ ഫ്ലേവറൊക്കെ നമ്മൾ ആ ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. വെജിറ്റബിൾ കുറുമ, ചിക്കൻ കറിയുടെ കൂടെ, അതുപോലെ തന്നെ ഈ ബട്ടാണി തന്നെ കുറുമയാക്കിയിട്ടൊക്കെ ഇതിന് കോമ്പിനേഷൻ നല്ലതാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സാഗുദോശ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.